ഇവിടെ വന്ന് പ്രസംഗിച്ച ആള് കാര്യമായിട്ട് പറഞ്ഞത് എന്താ? പണ്ട് ഹുസൈൻ മടവൂരിനെ മാരിക്ക് എന്നാണ് ഇവര് പരിചയപ്പെടുത്തിയത്, ഹർജുമിനൽ മില്ല എന്നൊക്കെയാ പരിചയപ്പെടുത്തിയത്. അത് പുറത്തു പോയ ആളാണ്, തെറിച്ചു പോയ ആളാണ് എന്നാ പരിചയപ്പെടുത്തിയത്. മാരിക്കിന് മൂപ്പര് അർത്ഥമൊക്കെ പറഞ്ഞിട്ട് പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട്. അതെന്തേ? തെറ്റുപറ്റിയോ? മാരിഖ് എന്ന് പറഞ്ഞതിൽ തെറ്റുപറ്റിയോ? മാരിഖും മിൻ അഹ്ലിസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറിച്ചു പോയ ആളാണ് എന്ന് പറഞ്ഞതിൽ തെറ്റുപറ്റിയോ? തെറ്റുപറ്റിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും പറയണം മാരിക്ക് തന്നെയാണ്. അന്ന് ഞങ്ങൾ മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് ഈ കേരളക്കരയിലുള്ള ലോകത്തുള്ള മുഴുവൻ ആളുകളും പറയുന്നു മാരിക്കാണ്, മുസ്ലിം പൊതുധാരയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോയ ആളാണ്. അത് ഇവിടെ വന്നിട്ട് പാവപ്പെട്ട മൂസ സലാഹി, അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, സലാഹിയാണ്, ആ ബഹുമാനത്തോട് തന്നെ പറയട്ടെ. അലിയോട് പറയുന്ന പോലെ മൂപ്പരോട് ഞാൻ പറയൂല, ഞാൻ പറയണില്ല. അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. എന്ത് അതിൽ അദ്ദേഹത്തിന് വിഷമിക്കുന്നത്? ലോകം അംഗീകരിച്ചില്ലേ? അന്ന് മുജാഹിദ് പ്രസ്ഥാനം എഴുതിയത് എന്താ? മാരിക്കും മിൻ അഹ്ലിസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് സരണിയിൽ നിന്ന് തെറിച്ചു പോയ ആളാണ്. തെളിയിച്ചില്ലേ? അതിന്റെ ഒരു ഉദാഹരണമാണിത്. 2, ലോക സമൂഹം അത് അംഗീകരിച്ചില്ലേ? ഇത് എന്റെ കയ്യിലുള്ള കേരളത്തിലിറങ്ങിയ മലയാള പത്രമാണ്. ഒരു ഘട്ടത്തിൽ വീക്ക്ലീസ് രേഖകൾ പുറത്തു വന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ട്. വീക്ക്ലീസ് രേഖകൾ അല്ലേ? അമേരിക്കൻ രേഖകൾ പുറത്തു വന്നപ്പോ അതിലെ വീക്ക്ലീസ് രേഖയിൽ എന്താ വന്നത്? കാന്തപുരം യാഥാസ്ഥികൻ മടവൂരിന് വിശാലമായ കാഴ്ചപ്പാട്, വീക്ക്ലീസ് രേഖ. എന്നിട്ട് എന്താ അതിലൊന്ന് വാർത്ത കേട്ടോളൂ. എന്താ വാർത്ത? പുകഴ്ത്തുക മാത്രമല്ല, രേഖയിൽ US ഉദ്ധരിക്കുന്ന ഏക മുസ്ലിം മതസംഘടനാ നേതാവും ഹുസൈൻ മടവൂരാണ് എന്നാ ജോർജ് ബുഷാ പറയണത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയിപ്പോ മറ്റേ ആള് പറഞ്ഞ പോലെ, അവിടെ പേരോട് പുല്ലാര് പറഞ്ഞ പോലെ, കാന്തപുരത്തോട് ജോർജ് W ബുഷിനോടൊപ്പം കൂട്ടിപ്പറയാൻ ഒരാളുണ്ടെങ്കിൽ അത് കാന്തപുരം മാത്രമാണ് എന്ന് പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കാൻ നമുക്ക് അറിഞ്ഞൂടാ. അവിടെ പേരോട് ഉസ്താദ് പണ്ട് പ്രസംഗിച്ചല്ലേ. കോഫി അന്നാനോടും ജോർജ് ബുഷിനോടും കൂട്ടിപ്പറയാൻ കേരളത്തിലൊരു പണ്ഡിതരേ ഉള്ളൂ, അത് കാന്തപുരമാണ്. കാരണം ഈ സാധു ജോർജ് ബുഷ് അത് മനസ്സിലായില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം. ഇത് ഞങ്ങൾ പറഞ്ഞതാണോ? ഈ മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുത്തവരാരാ? മാരിക്കും മിമ്മില്ല, മാരിക്കും മിമ്മില്ല, മുസ്ലിം ഉമ്മത്തിന്റെ പൊതുധാരയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോയതാരാ? ആരാ പറയണം നിങ്ങള്? ഇനി മാത്രല്ല, അതുകൊണ്ട് അവസാനിച്ചില്ല. കേരളത്തിൽ AP വിഭാഗം പോലും തീവ്രമായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മടവൂര് പറയുന്നു. നേരത്തെ ഇവർ ചില മതസംബന്ധമായ കൊലപാതകങ്ങൾ നടത്തിയിരുന്നെങ്കിലും കേരളീയ സമൂഹം എതിർത്തതോടെ അതിൽ നിന്ന് പിൻവാങ്ങി. NDF-ന് വലിയ തോതിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ കഴിവില്ലെന്നും കുഴപ്പമുണ്ടാക്കാൻ ചെറിയ വിഭാഗം തീരുമാനിച്ചാൽ മതിയല്ലോ എന്നും മടവൂർ പറഞ്ഞതായി രേഖ പറയുന്നു. കേരളത്തിൽ US വിരുദ്ധ വികാരം ശക്തമായതിനാൽ US-നെ പരസ്യമായി ഏതെങ്കിലും മുസ്ലിം നേതാവ് അനുകൂലിച്ചാൽ അയാൾ പിന്നെ തലസ്ഥാനത്ത് കാണില്ലെന്ന് മടവൂർ പറഞ്ഞതായും രേഖയിലുണ്ട്. കാരെന്താ? മടവൂരിന്റെ അനുഭവമാണ്. അമേരിക്ക അനുകൂലിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം നേതാവ് പറഞ്ഞാൽ അയാൾ തലസ്ഥാനത്ത് തുടരൂല, അതാണ് കേരളത്തിലെ അനുഭവമെന്ന് മടവൂര് പറഞ്ഞതായും രേഖയിലുണ്ടെന്ന് പറഞ്ഞാൽ അത് മടവൂരിന്റെ അനുഭവമാണ്. കാരണം ഈ കോഴിക്കോട് ടൗണിൽ മാർഗോപദ്രാനെ കൊണ്ടുവന്നിട്ട് ഈ നാട്ടിലുള്ള മുസ്ലിം സഹോദരികള് അവർ ധരിക്കുന്ന പർദ്ദയെ ആക്ഷേപിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തത് ഹാഫിസ് മുഹമ്മദ് എന്ന മടവൂരിയാണ്. ഇവിടുത്തെ മടവൂര് ഖതീബുമാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന നടനായ ഹാഫിസ് മുഹമ്മദ്, ആ ഹാഫിസ് മുഹമ്മദിനോടൊപ്പം ഇരുന്നിട്ടാണ് മാർഗോപദ്രാൻ പറഞ്ഞത്. എന്ത്? സ്ത്രീകള് ഇവിടുത്തെ വസ്ത്രധാരണമൊന്നും ശരിയല്ല, വസ്ത്രമൊക്കെ കുറച്ച് കൂടുതലാണ്, ദൂർത്താണ്. അതുകൊണ്ട് വസ്ത്രം കുറയ്ക്കണമെന്ന് മാർഗോപദ്രാനെ കൊണ്ട് പ്രസംഗിപ്പിച്ചു അല്ലേ? അതുകൊണ്ട് അവസാനിച്ചില്ല. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തൃശ്ശൂർ വെച്ചിട്ട് ഒബാമ ഇഫ്താർ. എന്തേ? നാട്ടിന് വേറെ ആരും ഇഫ്താർ ഇല്ലാഞ്ഞിട്ട് കണ്ടോ? ഒബാമ ഇഫ്താർ. അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി കോൺസുലേറ്റിൽ നിന്ന് വന്ന എഴുത്ത്, അതിനുവേണ്ടിയുള്ള രേഖകള്, അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ശബാബുകള്, ഇതൊക്കെ ഞങ്ങൾക്ക് വായിക്കാനുണ്ട്. എംബസി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എംബ്ലം വെച്ചിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോ ഈ സമുദായത്തെ അമേരിക്കക്ക് ഉറ്റുകൊടുത്താണ് അല്ലേ? എന്തിനു വേണ്ടിയാണ്? ഒരു യാത്രക്ക് വേണ്ടി അല്ലേ? കേട്ടോളൂ. സെപ്റ്റംബർ 11 ശേഷം ഹുസൈൻ മടവൂർ അമേരിക്കൻ കോൺസുലേറ്റിന്റെ സഹായത്തോടെ US-ൽ സന്ദർശനം നടത്തുകയും പിന്നീട് അമേരിക്കക്ക് അനുകൂലമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. മാരിക്കും മിനൽ മില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് തെറ്റാണോ? പറയൂ മൂസ സലാഹി.
പറയൂ CP ഉമർ സുല്ലബി മാരിക്കും മിനൽ മില്ല, ഈ മില്ലത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോയ ആളാണ് എന്ന് ഹുസൈൻ മടവൂര് പറഞ്ഞു. ഹുസൈൻ മടവൂരിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് തെറ്റാണോ? ഇവിടെ അതാ പ്രസംഗിച്ചത്. പ്രസംഗത്തിന്റെ കാമ്പ് തന്നെ അതാ. അത് തിരിച്ചും മറിച്ചും വായിക്കുകയാണ്, തിരിച്ചും മറിച്ചും വായിക്കുകയാണ്. ഇത് ഞങ്ങൾ മാത്രമാണോ പറഞ്ഞത്? നിങ്ങൾ വന്നാൽ നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ തരാം. അഖിലേന്ത്യാ മുന്നണി ഉണ്ടാക്കിയാണ്. കേരളത്തിൽ പിളർത്തിയിട്ട് പോരാഞ്ഞിട്ട് അഹ്ലെ ഹദീസിനെ പിളർത്താൻ പോയിട്ട് അഖിലേന്ത്യാ ഇസ്ലാഹി മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ട് ആരെ വിളിച്ചത്? അബ്ദുൽ വഹാബ് ഖിൽജി. അയാളെ പ്രസിഡന്റ് ആക്കിയിട്ട് മൂപ്പര് സെക്രട്ടറി. അങ്ങനെയാണ്. അങ്ങനെ കാര്യം വെച്ചാല് പണ്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവനപ്പോ മൂപ്പര് പറഞ്ഞു KP പറഞ്ഞതല്ല, KP പറഞ്ഞ സെക്രട്ടറി അല്ല ഇപ്പോൾ ഉള്ളത്. KP പറഞ്ഞ സെക്രട്ടറി വേറെയാണ്, വസീയത്ത് സെക്രട്ടറി ഉണ്ട്. ആ വസീയത്ത് സെക്രട്ടറി ജീവിച്ചിരിക്കുമ്പോ നിലവിൽ AP സെക്രട്ടറി ആയിട്ടുള്ളത് അത് ലംഘനമാണ്, വസീയത്തിന്റെ ലംഘനമാണ്. അതുകൊണ്ട് വസീയത്ത് സെക്രട്ടറിയെ സെക്രട്ടറി ആക്കണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ഈ കേരളക്കരയിൽ മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പ് വിതച്ച ആ ഹുസൈൻ മടവൂര് ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ രണ്ടായി പിളർത്തിയിട്ട്, രണ്ടായി ഛേദിച്ചിട്ട്, ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ നെഞ്ചത്ത് കത്തുകുത്തി ഇറക്കിയിട്ട് 80% ഞങ്ങളുടെ കൂടാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, 80 പോയിട്ട് 8 പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം വട്ടായി. ശരിയല്ലേ? അങ്ങനെ അവസാനം താൻ തന്നെ സെക്രട്ടറി, വസീയത്ത് സെക്രട്ടറി, പാവം മൂപ്പരുടെ ഗീറായി. കുറച്ചു കാലം അങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് അങ്ങനെ ചർച്ചയായി, നമ്മളിങ്ങനെ ചോദിക്കാൻ തുടങ്ങി. മാത്രല്ല ഇനി വസീയത്തിനെ പരിഗണിച്ചില്ല എന്ന് വേണ്ടിയില്ല, അവസാനം മൂപ്പരെ പരിഗണിച്ചപ്പോഴോ മൂപ്പര് ഇവിടുന്ന് നേരെ പോയി അഖിലേന്ത്യാ നേതാവാകാൻ. കാരണം ഈ സെക്രട്ടറിക്ക് മുകളിൽ മറ്റൊരു സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടാകുമ്പോ പിന്നെ കേരള സെക്രട്ടറിക്ക് എന്താ സ്ഥാനം? അഖിലേന്ത്യാ സെക്രട്ടറി തന്നെയല്ലേ വലിയ സെക്രട്ടറി. അങ്ങനെ അഖിലേന്ത്യാ സെക്രട്ടറി ആയി. അങ്ങനെ പ്രസിഡന്റോ അബ്ദുൽ വഹാബ് ഖിൽജി. ആ അബ്ദുൽ വഹാബ് ഖിൽജി പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോ, അവസാനം അഖിലേന്ത്യാ മൂവ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ജമാഅത്തുകാർക്ക് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കണം. അങ്ങനെ നേരെ പോയി പാർട്ടി ഉണ്ടാക്കി, വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി. വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ വെൽഫെയർ പാർട്ടിയുടെ സ്റ്റേജിൽ നോക്കുമ്പോ അബ്ദുൽ വഹാബ് ഖിൽജി ഇല്ലേ പോയിരുന്നില്ലേ? കേരളത്തിലെ മാധ്യമ അച്ചുതരത്തിയിലെ ഞങ്ങളുടെ വെൽഫെയർ പാർട്ടിയില് സലഫികളുമുണ്ട്, മുജാഹിദുകളുമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അഖിലേന്ത്യാ തലത്തിൽ ഒന്നിച്ചാണ് എന്ന് അല്ലേ? അഹ്ലെ ഹദീസിന്റെ പണ്ഡിതന്മാർ അതേ വെൽഫെയർ പാർട്ടിയിലുണ്ട് എന്ന് മാധ്യമം വച്ച് നിരത്തി. പക്ഷേ നിങ്ങൾക്കറിയോ അതെ അഹ്ലെ ഹദീസിന്റെ ഔദ്യോഗികമായ ലെറ്റർ ഹെഡിൽ വളരെ വ്യക്തമായി എഴുതി, ഞങ്ങളുമായി ആ പാർട്ടിക്കോ ആ പാർട്ടിയിലെ നേതാക്കന്മാരുമായോ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. അവര് അഹ്ലെ ഹദീസിന്റെ ഭാഗവുമല്ല, അവർ അഹ്ലെ ഹദീസിന്റെ ആളുകളുമല്ല എന്ന് അഹ്ലെ ഹദീസിന്റെ സമുന്നതരായ നേതാക്കന്മാർ എഴുതിത്തന്ന, അവർ ലെറ്റർ ഹെഡിൽ എഴുതിത്തന്ന കത്ത് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ കയ്യിലുണ്ട്. മാരിക്കും മിനൽ മില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാണോ? തെറിച്ചുപോയി, പുറത്തുപോയി എന്ന് ഞങ്ങൾ പറഞ്ഞതാണോ? ഈ ആദർശത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് ഞങ്ങൾ മാത്രം പറഞ്ഞതാണോ? അല്ല, ഞങ്ങൾ പറഞ്ഞു എന്നത് ശരിയാണ്. ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നതും ശരിയാണ്. അത് ശരിയാണെന്നതിന്റെ തെളിവാ പറഞ്ഞത്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കിയത്, ഈ സമുദായത്തെ ഒറ്റുകൊടുക്കാൻ, ഒരു യാത്രക്ക് വേണ്ടി, ഒരു അമേരിക്കയിൽ പോയി ഒന്ന് ചുറ്റാൻ വേണ്ടി, അമേരിക്കയിൽ പോയി ഒന്ന് കറങ്ങാൻ വേണ്ടി മാതാമയെ കൊണ്ടുവന്ന് കോഴിക്കോട്ട് ഇരുത്തിയിട്ട് പ്രസ് ക്ലബിൽ വെച്ചിട്ട് അവരുമായി ഒന്നിരിക്കാനും അവരുമായി സല്ലപിക്കുവാനും വേണ്ടി അവസാനം ഒബാമ ഇഫ്താർ തൃശ്ശൂർ നടത്തുവാൻ വേണ്ടിയിട്ട് അതുവഴി കിട്ടുന്ന ആചാരത്തിന് വേണ്ടി ഈ സമുദായത്തെ ഒറ്റുകൊടുത്തത് ഹുസൈൻ മടവൂരാണ് എന്നത് നിങ്ങളിപ്പോ ഞങ്ങളെ കൊണ്ട് പറയിച്ചതല്ലേ? നിങ്ങൾ മാറിക്കെടുത്തത് കൊണ്ടല്ലേ ഞങ്ങൾക്കിത് പറയേണ്ടി വന്നത്? നിങ്ങൾ മാറിക്കെടുത്തത് കൊണ്ടല്ലേ? മാറിക്കാണോ അല്ലേ എന്നുള്ളത് തെളിയിക്കണ്ടേ? അപ്പൊ മാന്യ സഹോദരങ്ങളെ, ആദർശം വെച്ച് ഞങ്ങൾ സമർത്ഥിച്ചു തരാം, അനുഭവം വെച്ചും സമർത്ഥിച്ചു തരാം. ആദർശം വെച്ചും നിങ്ങൾ പുറത്തുപോയി അഹ്ലുസുന്നത്തിന്റെ മാർഗമല്ല. ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അതിൽ ഖുർആനെതിരായ ഹദീസ് ഉണ്ട് എന്നത് ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടല്ല.